ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം ശിഥിലീകരിക്കപ്പെട്ടുവെന്ന് സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ സ്വയം വിമർശനം. തുടർഭരണം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായി. കീഴ്ഘടകങ്ങൾക്ക് തനത് ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. യുവാക്കളെ സംഘടനയോട് അടുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്നും CJP പ്രതിഷേധം മാതൃകയാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജേസൺ ചാമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജേസൺ, വലിയ വിമർശനം തന്നെ, സ്വയം വിമർശനം തന്നെയുണ്ട്, പ്രത്യേകിച്ച് CJP വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള വിമർശനം അല്ലേ? ശ്രുതി, കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ ആലസ്യത്തിൽ ഏറ്റവും അധികം ക്ഷതമുണ്ടായത് ഡിവൈഎഫ്ഐക്കാണ് എന്ന് സ്വയം വിമർശനം നടത്തുകയാണ് തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഗുരുതരമായ സ്വയം വിമർശനങ്ങളുള്ളത്. കഴിഞ്ഞ 10 വർഷവും വെറുതെ ഭരണത്തിന്റെ എല്ലാ തണലിലും ആസ്വദിച്ചു കഴിയുകയായിരുന്നുവെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം എന്നത് കഴിഞ്ഞ 10 വർഷം ഒന്നും ഉണ്ടായിട്ടില്ല, ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായ റിപ്പോർട്ടിലെ വിമർശനം. തുടർഭരണം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തെ കൂടുതൽ ദുർബലമാക്കിയെന്ന് കൂടി റിപ്പോർട്ട് പറയുന്നു. മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ തീരെ ഇല്ലാതായി. ഡിവൈഎഫ്ഐയുടെ മുഖവാസികയുടെ വരി ചേർക്കുന്നതിലും വലിയ വീഴ്ച വന്നു. അതോടൊപ്പം തന്നെ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഡിവൈഎഫ്ഐ മറന്നു എന്നും റിപ്പോർട്ടിൽ ഇത്തരത്തിൽ സ്വയം വിമർശനപരമായ നിരവധി പരാമർശങ്ങളുള്ളതാണ് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ വിമർശനങ്ങൾ ചർച്ചകൾക്കിടയിൽ ഉയരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 10 വർഷം കൊണ്ട് ഡിവൈഎഫ്ഐ എന്ന സംഘടനയെ ഇല്ലാതാക്കി എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന സമ്മേളനം പോലും നടത്താൻ ഡിവൈഎഫ്ഐക്ക് ആയിട്ടില്ല. ഇതെല്ലാം ഗുരുതരമായ വിമർശനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കും, അംഗങ്ങൾ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും എക്സാലോജിക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉയർത്താനും ഡിവൈഎഫ്ഐ സമ്മേളന പ്രതിനിധികൾ തയ്യാറെടുക്കുന്നെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രുതി, എന്തായാലും തുടർഭരണം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തെ ബാധിച്ചു, ക്രിയാത്മകമായി ഒന്നും നടന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് സ്വയം വിമർശനമായിട്ട് റിപ്പോർട്ടിലുള്ളത്. ജേസൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.